ശരി, ഒറ്റ കാര്യം ജോഷിക്കുര്യൻ ഇപ്പോൾ പറഞ്ഞല്ലോ സമ്മർദ്ദം ചെലുത്തുക എന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് സമ്മർദ്ദം ചെലുത്താൻ ജനാധിപത്യ പ്രകാരം തെരഞ്ഞെടുത്ത നമ്മളെല്ലാവരും ചേർന്നെടുത്ത ഒരു സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. ആ സർക്കാരിന് തൊഴിൽ തർക്കങ്ങളിൽ ഇടപെടാനും മാനേജ്മെന്റുകളെ നിർബന്ധിതരാക്കാനും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മർദ്ദ തന്ത്രം തന്നെയാണ് മിനിമം വേതന നിയമം നടപ്പിലാക്കൽ, മിനിമം വേജസ് ആക്ട്. അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നഴ്സുമാരുടെ പുതുക്കിയ മിനിമം ശമ്പളം എത്രയാണ് എന്ന് ഔദ്യോഗികമായി ഉത്തരവിറക്കാം. നിയമപരമായ ബാധ്യതയാണ്. സർക്കാർ ഇത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്താൽ എല്ലാ ആശുപത്രി മാനേജ്മെന്റുകളും അത് തന്നെയാണ് പറഞ്ഞത്. ആശുപത്രി മാനേജ്മെന്റുകളും നിയമപരമായി ബാധ്യസ്ഥരാണ്. നിയമം ലംഘിക്കുന്ന ആശുപത്രികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ, ജോഷി പറഞ്ഞതുപോലെ സമ്മർദ്ദം ചെലുത്താൻ ഈ ഒരു സാധനം വേണം. അതിലേക്കാണ് കടക്കുന്നത്. അതാണ് തൊഴിൽ മന്ത്രി പറഞ്ഞത്. അപ്പോഴാണോ മുട്ടുവിറച്ച് നിൽക്കുന്നു, മുട്ടിടിച്ച് നിൽക്കുന്നു, ഒന്നും ചെയ്തില്ല എന്നൊക്കെ ജോഷി പറയുന്നത്? ജോഷി ഇതൊന്നും കണ്ടില്ല. പക്ഷേ കേന്ദ്ര ലേബർ കോഡ് ഒരു ബാധകമാണോ സുജയ? ഈ പറയുന്ന വിജ്ഞാപനത്തിന് കേന്ദ്ര ലേബർ കോഡ് ബാധകമാണോ? കേന്ദ്ര ലേബർ കോഡിൽ ഈ പറയുന്ന നഴ്സുമാരുടെ മിനിമം വേജസ് നിശ്ചയിച്ചിട്ടുണ്ടോ? കേന്ദ്ര ലേബർ കോഡ് ബാധകമാണ്. കേന്ദ്ര ലേബർ കോഡിന്റെ ചുറ്റിപ്പറ്റിയാണ് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനം വരുന്നത്. മിനിമം വേജസ് ആക്ട് എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിന്റെ പരിധിയിൽ വരുന്നതാണിത്. അത് പ്രകാരമാണ് വിജ്ഞാപനം വരാൻ പോകുന്നത്. അല്ലല്ല നേഴ്സുമാർക്ക് മിനിമം വേജസ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ? അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ദേശീയ അടിസ്ഥാന വേതനം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന കുറഞ്ഞ ശമ്പളം കേന്ദ്ര സർക്കാർ നിരക്കിനേക്കാൾ കുറയാൻ പാടില്ല. അതായത് കേന്ദ്ര ലേബർ കോഡ് അനുസരിച്ച് സ്വകാര്യ ആശുപത്രികൾ സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലാണ് വരുന്നത്. സുജയ പറഞ്ഞത് ശരിയാണ്. വേതന വ്യവസ്ഥയും കുറഞ്ഞ വേതനവും നിശ്ചയിക്കാൻ സംസ്ഥാനത്തിന് കഴിയും. ഞാൻ ഒരു തിരിച്ചു പറയട്ടെ. ഈ വർക്കർ എന്ന് പറയുന്നതിനകത്ത്, അതായത് കേന്ദ്ര ലേബർ കോഡിന്റെ തൊഴിലാളി വർക്കർ എംപ്ലോയി എന്ന പൊതു നിർവചനത്തിന് കീഴിൽ നഴ്സുമാർ വരും. അതായത് പുതിയ ലേബർ കോഡ് അനുസരിച്ച് കായികമായോ, അതിന് മലയാളമാണ്, അതായത് മാനുവലായി വൈദഗ്ധ്യമുള്ളതോ സ്കിൽഡ് സാങ്കേതികമായോ ടെക്നിക്കൽ ഓർ ഓപ്പറേഷണൽ അല്ലെങ്കിൽ ക്ലറിക്കൽ ജോലികളോ ചെയ്യുന്ന എല്ലാവരും വർക്കർ എന്ന പരിധിയിൽ വരും. ഹോസ്പിറ്റലുകളിൽ, സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ വൈദഗ്ധ്യത്തോടെ, അതായത് വൈദഗ്ധ്യം എന്ന് പറയുന്നത് സ്കിൽഡ്, ആ സാങ്കേതിക ജോലി ചെയ്യുന്നവരായതിനാൽ നേഴ്സുമാരും ഈ നിർവചനത്തിന് കീഴിൽ വരുന്നു എന്നാണ് ഞാൻ എന്റെ പരിശോധനയിൽ കേന്ദ്ര ലേബർ കോഡുമായി ബന്ധപ്പെട്ട അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇതിനോടകം തന്നെ ആ കേന്ദ്ര ലേബർ കോഡിൽ നേഴ്സുമാരുണ്ടെങ്കിൽ പിന്നെ എന്താണ് തടസ്സം? അല്ല, കേന്ദ്ര ലേബർ കോഡിൽ നേഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളം അടുത്തുണ്ട്. എസ് വി ജയകുമാർ അതൊന്ന് പറഞ്ഞോട്ടെ, ഞാനതൊന്ന് പറഞ്ഞോട്ടെ. എസ് വി ജയകുമാർ അതൊന്ന് പറഞ്ഞോട്ടെ. ഞാനും അതേ പോയിന്റാണ്. എനിക്ക് തോന്നുന്നു അത് വിയോജിപ്പുണ്ടെങ്കിൽ എസ് വി ജയകുമാറിന് ഇടപെടാം. ഇപ്പോൾ കോഡ് ഓൺ വേജസ് ആണല്ലോ പറയുന്നത്. ഞാൻ നേരത്തെ ആ വിജ്ഞാപനത്തെ കുറിച്ച് പറഞ്ഞത് ഇക്കാര്യം മനസ്സിലാക്കി തന്നെയാണ്. യൂണിവേഴ്സൽ മിനിമം വേജ്, ആ ഒരു ഹെഡറിലാണ് ഈ കാര്യം വരിക. ചില പ്രത്യേക തൊഴിലുകൾക്ക് മാത്രമായിരുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ നിയമപ്രകാരം ആശുപത്രി ജീവനക്കാർക്കും നഴ്സുമാർക്കും ഈ മിനിമം വേതനം, അതായത് മിനിമം വേജസ് ആക്ട് സംസ്ഥാനത്തിന് കൊണ്ടുവരാം, അതിന്റെ പരിധിയിൽ കൊണ്ടുവരാം. അടിസ്ഥാന ശമ്പള വ്യവസ്ഥ എന്ന് പറയുന്നത് 50% ഓഫ് CTC, അതാണ് റൂൾ. ഒരു നഴ്സിന്റെ ആകെ ശമ്പളത്തിന്റെ കുറഞ്ഞ 50% ബേസിക് പേ ആയിട്ട് നൽകണം. അലവൻസുകൾ കുത്തനെ കൂട്ടി അടിസ്ഥാന ശമ്പളം കുറച്ചു കാണിക്കുന്ന ഇപ്പോഴത്തെ പരിപാടി നടക്കില്ല. ഇത് PF, ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, അതും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള എല്ലാ ചെറിയ ക്ലിനിക്കുകൾക്കും നഴ്സിംഗ് ഹോമുകൾക്കും നിയമം ബാധകമാണ്. അപ്പോൾ അമലയ്ക്കും ജൂബിലിക്കും ഇത് ബാധകമാണ്. ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്, അതും ഇവിടെ ബാധകമാണ്. ഇവിടെ ഓവർ ടൈം വേതനമടക്കം ഈ നഴ്സുമാർക്ക് കൊടുക്കേണ്ടി വരും. അവരെ ഇരട്ടി ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് പല സ്ഥാപനങ്ങളും. അപ്പോൾ ഈ കാര്യവും ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഹെഡറിലും ഈ നഴ്സുമാർ വരുന്നുണ്ട്. അതോടൊപ്പം അടുത്തത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്. നിയമന ഉത്തരവിൽ തന്നെ കൃത്യമായി തന്നെ എന്തൊക്കെയാണ് ശമ്പളം എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കണം. താൽക്കാലികമായി ജോലി ചെയ്യുന്ന നഴ്സുമാർക്കും സ്ഥിരം ജീവനക്കാർക്ക് തുല്യമായ ആനുകൂല്യങ്ങൾ നൽകണം. അപ്പോൾ ഇത്രയും നാളും പറ്റിച്ചുകൊണ്ടിരുന്നതൊക്കെ അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ അടിയന്തര സേവന മേഖലയാണ്, എസെൻഷ്യൽ സർവീസ് ആണ്. അപ്പോൾ കേന്ദ്ര ലേബർ കോഡ് നഴ്സുമാരുടെ ശമ്പള സുരക്ഷയ്ക്കും ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും നിയമപരമായ പിന്തുണ നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ല, അടിസ്ഥാന ശമ്പളം എത്ര നിശ്ചയിച്ചിട്ടുണ്ട്? കേന്ദ്ര ലേബർ കോഡ് അനുസരിച്ച് അടിസ്ഥാന ശമ്പളം എത്ര നിശ്ചയിച്ചിരിക്കുന്നത്? 50%. ഏതിന്റെ? CTC-യുടെ. ഏതിന്റെ? CTC. അല്ല, അടിസ്ഥാന ശമ്പളം എത്ര നിശ്ചയിച്ചിരിക്കുന്നത്? 50%. ഗ്രോസ് സാലറി എന്ന് പറയുന്നത് അടിസ്ഥാന ശമ്പളം. അത് കേന്ദ്ര ലേബർ കോഡ് അനുസരിച്ച് ഓരോ തൊഴിലിനും അടിസ്ഥാന ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാന ശമ്പളം എത്രയാണ്? ആകെ ശമ്പളത്തിന്റെ 50%. ആകെ ശമ്പളത്തിന്റെ 50%. ആകെ ശമ്പളം ഓരോ ആശുപത്രിയിലും വ്യത്യസ്തമായിരിക്കില്ലേ? അല്ല, ആകെ ശമ്പളം ഓരോ നഴ്സുമാർക്കും ഓരോ ആശുപത്രികളിലും വ്യത്യസ്തമായിരിക്കില്ലേ? അലവൻസുകൾ കുത്തനെ കൂട്ടി അടിസ്ഥാന ശമ്പളം കാട്ടുന്ന ആശുപത്രികളുണ്ട്. അല്ലല്ല,
അല്ല ജോഷിക്ക് മനസ്സിലാക്കി തരാം. അല്ല എനിക്ക് ഓരോ തൊഴിലിനും അല്ല, എന്റെ സംശയം ഇതാണ് ലേബർ കോഡ്. ഓരോ തൊഴിലിനും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഓരോ തൊഴിലിനും അതിനനുസരിച്ച് അടിസ്ഥാന ശമ്പളം, നമ്മൾ ഈ ഫ്ലോർ വേജ് എന്ന് പറയും. ആ ലേബർ കോഡ് അനുസരിച്ച് ഫ്ലോർ വേജ്, ഞാൻ പറഞ്ഞത് ലേബർ കോഡാണ്. ഫ്ലോർ വേജ് നിശ്ചയിച്ചു. ആ ഫ്ലോർ വേജ് എത്രയാണ് ഞാൻ ചോദിച്ചത്? അടിസ്ഥാന ശമ്പള വ്യവസ്ഥ അത് പ്രകാരമാണ്. അതായത് സാർവത്രിക യൂണിവേഴ്സൽ മിനിമം വേജ് എന്ന ഹെഡറിൽ ലേബർ കോഡ് എടുത്ത് നോക്കിയാൽ ജോഷിക്കും കാണാം. അതായത് ഫ്ലോർ വേജ് എന്ന് പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിൽ. ഓരോ തൊഴിലിനും ഓരോ ഫ്ലോർ വേജ് ഉണ്ട്. ആ ഫ്ലോർ വേജ് നഴ്സുമാരുടെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് നേരത്തെ ഈ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി അടക്കം ഈ ഒരു ശുപാർശ വെച്ചത് കേന്ദ്ര സർക്കാരിന് ഈ സുപ്രീം കോടതിക്ക് മുമ്പിൽ. അല്ല എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഫ്ലോർ വേജ് നിശ്ചയിച്ചിട്ടില്ല. ലേബർ കോഡ് വായിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ലേബർ കോഡാണ് കോട്ട് ചെയ്തത്. ആയിക്കോട്ടെ, ഞാൻ സുജയെ വിശ്വസിക്കുന്നു. എനിക്ക് പക്ഷേ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ശമ്പള പരിഷ്കരണം നിർദ്ദേശിച്ചത്? അത് ഏതാ ജോഷി ചോദിച്ചത്? ജഗദീഷ് പ്രസാദ് കമ്മിറ്റി അത് പഴയതല്ലേ? പുതുക്കിയ ലേബർ കോഡാണ് ജോഷി. അല്ലല്ല, അതാണ് ഞാൻ ചോദിച്ചത്. പുതുക്കിയ ലേബർ കോഡ് അനുസരിച്ച് അവർക്ക് ഫ്ലോർ വേജ് എത്രയാന്ന് ഞാൻ ചോദിച്ചത്. പുതുക്കിയ ലേബർ കോഡ് അനുസരിച്ച് സാധാരണ കുറഞ്ഞ ശമ്പളം നിശ്ചയിക്കുമല്ലോ ജോഷി. എനിക്കത് മനസ്സിലായില്ല. ആകെ ശമ്പളത്തിന്റെ 50% ആകെ ശമ്പളമാണ് CTC എന്ന് പറയുന്നത്. ആ ആകെ ശമ്പളത്തിന്റെ 50%മാണ് ഓരോ ശമ്പളമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഓരോ ആശുപത്രിയിലും ഓരോ ശമ്പളമല്ലേ? ഓരോ നഴ്സിനും കിട്ടുന്ന അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് വ്യത്യസ്തമല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ജോഷി, അത് കിടക്കകളുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 800 കിടക്കയുള്ള ആശുപത്രിക്കും 60 കിടക്കയുള്ള ആശുപത്രിക്കും ഒരേ രീതിയല്ല ജോഷി. അത് ഇതിനകം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ശമ്പളം ക്രമീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ചാണ് ശമ്പളം. 40,000 ഒക്കെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? എനിക്കറിയില്ല. 40,000 ഒക്കെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? 40,000 ആയിട്ടില്ല ജോഷി. ഞാൻ നേരത്തെ ചർച്ചയിൽ സംസാരിച്ചു പോയതാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്. പ്രേക്ഷകർക്ക് ഒരു ആവർത്തനം ആയി തോന്നിയേക്കാം. എങ്കിൽ പോലും 28,050 വരെയുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നഴ്സുമാർക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് അവരത് തള്ളിക്കളഞ്ഞതാണ്. ഇനിയാണ് ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്തേണ്ടത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ പുതിയ സംവിധാനത്തിലേക്ക് വരാം എന്ന് പറയുന്നത്. അല്ല ഞാൻ ചോദിച്ചതല്ല. ആ കരട് വിജ്ഞാപനത്തിൽ പറയുന്നത് കേന്ദ്ര ലേബർ കോഡിനനുസരിച്ചുള്ള തുകയാണോ പറയുന്നത്? അല്ല, ഈ കരട് വിജ്ഞാപനത്തിൽ പറയുന്ന 24,000 to 25,000 to 28,000 എന്ന് പറയുന്നില്ലേ? അത് കേന്ദ്ര ലേബർ കോഡിൽ പറയുന്ന തുകയാണോ പറയുന്നത്? ജോഷി, അത് വന്നത് നേരത്തെയാണ്, വർഷങ്ങൾക്ക് മുൻപെയാണ്. കേന്ദ്ര ലേബർ കോഡ് ഈ അടുത്തിടെയാണ് പുതുക്കിയത്. ഞാനിപ്പോൾ വായിച്ച ലേബർ കോഡിലെ വ്യവസ്ഥകളും ഈ അടുത്തിടെ വന്നതാണ്. രണ്ടും വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. ജോഷി, ഞാൻ ആകെ ശമ്പളത്തിന്റെ 50% അടിസ്ഥാന ശമ്പളം, അതാണ് ബേസിക് സാലറി. അതനുസരിച്ചാണ് ഈ പുതിയ ലേബർ കോഡിലെ കാര്യങ്ങൾ. ഇപ്പൊ സുജയ് വായിച്ചത് മുഴുവൻ പുതിയ ലേബർ കോഡിലെ കാര്യങ്ങളാണ്. ഇപ്പോൾ പുതിയ ലേബർ കോഡ് വന്നതിന് ശേഷം ഉണ്ടായ സിനാരിയോയോടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഈ സമരത്തെ ഇനി സർക്കാർ നേരിടാൻ. അതിനർത്ഥം ഈ പറയുന്ന ആശുപത്രി മാനേജ്മെന്റുകൾ നിയമപരമായി പോയാലും അത് നിലനിൽപ്പില്ല എന്നാണോ പറയുന്നത്? അല്ല, പുതിയ ലേബർ കോഡ് നിലവിൽ വന്ന സാഹചര്യത്തിൽ ആ ലേബർ കോഡിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് കോടതികൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. പാർലമെന്റ് പാസ്സാക്കിയതല്ലേ നിയമം. അപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയ നിയമം എല്ലാവർക്കും ലീഗലി ബൈൻഡിംഗ് ആണല്ലോ. ഓക്കെ, അതെ.